ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും അതേ സൂചനയാണ് നൽകുന്നത്. ആദ്യഘട്ടത്തിലെ പല സൂചനകളിൽ നിങ്ങൾ വിശ്വസിക്കരുത്, ഒരു തരത്തിലും ഡിസപ്പോയിന്റഡ് ആവരുത്, ആത്മവിശ്വാസം നഷ്ടപ്പെടരുത്, തിരിച്ചുവരും ശക്തമായി എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും നിലപാട്. മുഖ്യമന്ത്രി മുഖം കാഴ്ചവെക്കാതെയാണ് BJP മുന്നേറുന്നത് എന്നതാണ് പ്രധാനം. അപ്പുറത്ത് കേജ്രിവാളിന്റെ മുഖമുണ്ട്, BJPക്ക് അങ്ങനെ ഡൽഹിയിൽ ഒരു മുഖമില്ല. ആ പാറ BJP 16, കോൺഗ്രസ് 1. ആ പാറ BJP 16, കോൺഗ്രസ് 1. ആ പാറ BJP 16, കോൺഗ്രസ് 1. ആ പേര് BJP 18, കോൺഗ്രസ് 1. ആ പേരിലേക്ക് എത്തിയിരിക്കുന്നു. BJP 18ലേക്ക് എത്തിയിരിക്കുന്നു, കോൺഗ്രസ് 1. സംഘംവിഹാറാണ് BJP കൂടുതലായി പുതുതായി കൂട്ടിച്ചേർത്തിരിക്കുന്നത്. വ്യത്യാസം കുറയുന്നില്ല, 3 മടങ്ങ് എന്നുള്ളത് മാറുന്നു. ആ പേര് BJP 18, കോൺഗ്രസ് 1. കോൺഗ്രസ് ഒരിടത്തെങ്കിലും പോസ്റ്റൽ ബാലറ്റ് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കൂ, കോൺഗ്രസിന് മുനിസിപ്പാലിറ്റി ഇല്ല, കോൺഗ്രസിന് ദില്ലി നിയമസഭയില്ല, കോൺഗ്രസിന് രാജ്യത്ത് തന്നെ ദില്ലിയിലെ ഒരു ലോക്സഭാ സീറ്റിലും ജയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ BJP 18, കോൺഗ്രസ് 1. ആപ്പെട്ട BJP 18, കോൺഗ്രസ് 1. കോൺഗ്രസിന് 3 ഇടങ്ങളിലും ഭരണം ഇല്ല, ഡൽഹിയിൽ പ്രാതിനിധ്യമില്ലെങ്കിൽ കൂടി പോസ്റ്റൽ ബാലറ്റിൽ ഒരിടത്ത് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റിടങ്ങളിൽ കോൺഗ്രസ് നിശ്ചയമായും വോട്ട് പെർസെന്റേജ് ഉയർത്തിയിട്ടുണ്ടാവും. വോട്ട് ശതമാനം കോൺഗ്രസ് ഉയർത്തിയാൽ അത് ആം ആദ്മി പാർട്ടിക്ക് ആപ്പായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആപ്പെട്ട BJP 18, കോൺഗ്രസ് 18 എന്ന് പറയുമ്പോൾ മൂന്ന് പാർട്ടികളുടെയും നമ്പർ അവിടെ കാണുന്നു എന്നുള്ളതാണ്. ആപ്പെട്ട BJP 18, കോൺഗ്രസ് 1. ദില്ലി 2013-നും 1998-ലേക്കുള്ള 93-ലേക്കുള്ള ഒരു വെർഡിക്റ്റിലേക്ക് തിരിച്ചു പോവുകയാണോ? 27 വർഷങ്ങൾക്ക് ശേഷം BJP ഇന്ദ്രപ്രസ്ഥം പിടിക്കുമ്പോൾ തലസ്ഥാനം പിടിക്കുമോ എന്നുള്ള വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആദ്യ ഇത് നമ്മളിപ്പോൾ ലോക്സഭാ സീറ്റ് തിരിച്ചു നോക്കുകയാണെങ്കിൽ സൗത്ത് ദില്ലി എന്ന് പറയുന്നത് BJP സ്ട്രോങ് ഹോൾഡ് ആണ്. അവിടെ 4 സീറ്റിലും BJP ആണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ മധ്യ ഡൽഹിയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള മധ്യ ഡൽഹിയുടെ നിർണായകമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ മുസ്തഫാബാദ് പോലെയുള്ള പ്രദേശങ്ങൾ അവിടെ 69% പോളിംഗ് നടന്ന ഇടമാണ്. വളരെ ശക്തമായ ചതുഷ്കോണ മത്സരം നടന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ എന്താണ് വിധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്.